ഇത് മുല്ലപ്പെരിയാർ അണക്കെട്ട്. കേരളത്തിന് ഭീഷണിയും തമിഴ്നാടിന് അഭിമാനവുമായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്ന്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തി പ്രദേശത്താണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഭൂമിയിലാണ് ഡാമെങ്കിലും തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. തമിഴ്നാട്ടിലെ വൈഗാ ബേസിൻ ഫലഭൂയിഷ്ടമാണെങ്കിലും കൃഷി ചെയ്യാൻ വെള്ളമുണ്ടായിരുന്നില്ല. പട്ടിണി മരണം അവിടെ സാധാരണമായിരുന്നു. ഇതാണ് മുല്ലപ്പെരിയാറിൽ ഒരു ഡാം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. അറേബ്യൻ കടലിലേക്ക് ഒഴുകുന്ന പെരിയാറിൽ നിന്നും ജലം വഴിതിരിച്ച് കിഴക്കോട്ട് വിട്ട് വൈഗയിൽ ജലസേചനം നടത്തുക എന്നതായിരുന്നു പദ്ധതി. അന്ന് ഭൂമി തിരുവിതാംകൂറിൻ്റേതായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരും രാജാവും തമ്മിൽ 1886 ഉണ്ടാക്കിയ 999 വർഷത്തേക്കുള്ള കരാറിൻ പ്രകാരമാണ് അന്ന് ഒരു സാങ്കേതിക അത്ഭുതമെന്ന് വിധിയെഴുതിയ മനോഹരമായ ഡാമിന്റെ പണി തുടങ്ങിയത്. അണക്കെട്ട് ഡിസൈൻ ചെയ്ത് മേൽനോട്ടം വഹിച്ചു വന്നത് കേണൽ പെനിക്കുക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്. 1895 പദ്ധതി പൂർത്തിയാക്കി. തുടർന്ന് വൈഗയിൽ കാർഷിക മേഖല സജീവമാകുകയും അവിടുത്തെ ജനത അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. ഡാം നിർമ്മിക്കാൻ പ്രധാനമായും ചുണ്ണാമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡാമിന് 100 വർഷത്തിലേറെ പഴക്കമായി. സാധാരണ നിലയിൽ ഒരു ഡാമിന്റെ ജീവിതകാലം 50 മുതൽ 60 വർഷം വരെയാണ്. അങ്ങനെ പരിഗണിച്ചാൽ സാധാരണ ജീവിതകാലവും കടന്ന് ഈ മുത്തച്ഛൻ 60 വർഷം കൂടി പിന്നിട്ടിരിക്കുന്നു എന്ന് ബോധ്യമാകും. ആരോഗ്യം നഷ്ടപ്പെട്ട ഡാമിന്റെ പല ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ട്. ബലക്ഷയം ഭീഷണിയായ നിലയിലാണ് ഇപ്പോൾ ഡാം. ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നർത്ഥം. 1979 കേരളവും തമിഴ്നാടും കേന്ദ്ര ജല കമ്മീഷനും ചേർന്നുണ്ടാക്കിയ കരാറിലൂടെ ജലനിരപ്പ് 136 അടിയിൽ താഴെയാകണം എന്ന് നിഷ്കർഷിച്ചിരുന്നു. അതിൽ അധികമാകാതിരിക്കാൻ ജലം ഒഴുകിപ്പോകാനുള്ള സ്പിൽവേകളും നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തമിഴ്നാട് സ്പിൽവേകളുടെ പണി പൂർത്തിയാക്കിയില്ല. കരാറുണ്ടാക്കിയിട്ട് 30 വർഷമായെങ്കിലും സ്പിൽവേ പണി പൂർത്തിയാക്കാത്തത് ഒരു വെല്ലുവിളി തന്നെയാണ്. ലോകത്ത് മിക്ക ഡാമുകളുടെയും തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് സ്പിൽവേകളുടെ അപര്യാപ്തതയാണ് എന്നത് ശ്രദ്ധേയം. മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിക്കാവുന്ന ഏത് അപകടവും ഇടുക്കി ഡാമിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. മുകളിൽ നിന്നും ഒലിച്ചുവരുന്ന മണ്ണും കട്ടയും മറ്റും ഇടുക്കി ഡാമിന്റെ സ്പിൽവേയിൽ തടസ്സമുണ്ടാക്കി ഇടുക്കി ഡാമിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വിധം ഇടുക്കി ഡാമിനുണ്ടാകാവുന്ന അപകടം സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. 7,44,000 ക്യൂബിക് അടി ജലമാണ്
ഇടുക്കി റിസർവോയറിൽ ഉണ്ടാവുക. ഏകദേശം 2100 ദശലക്ഷം ടൺ ഭാരം വരുന്ന ജലം. ഈ ജലം പുറത്തേക്ക് തള്ളപ്പെട്ടാൽ കേരളത്തിൻ്റെ 3 ജില്ലകൾ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ സംജാതമാകും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും ആളെ ഒഴിപ്പിക്കുക പോലും സാധ്യമാകില്ല എന്നത് ഒരു ദുസ്വപ്നമായി മാറുന്നു. ഡാം സുരക്ഷ സംബന്ധിച്ച് ശരിയായ മോണിറ്ററിംഗ് ഇല്ല എന്നതും ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. മുല്ലപ്പെരിയാറിൽ ഉണ്ടാകാവുന്ന വെള്ളപ്പൊക്കം പുറത്തേക്ക് തള്ളാൻ സാധ്യതയുള്ളത് 6003 ക്യുമെക്സ് ജലമാണ്. ഇടുക്കി സ്പിൽവേക്ക് തള്ളാൻ കഴിയുക 5100 ക്യുമെക്സ്. ചുരുക്കത്തിൽ മുല്ലപ്പെരിയാറിലെ ഒരു വെള്ളപ്പൊക്കം പോലും ഇടുക്കി ഡാമിന് ഭീഷണിയാണ്. ആ സാഹചര്യത്തിൽ ഡാം തകർച്ച അചിന്ത്യമായ ഒരവസ്ഥ സൃഷ്ടിക്കും എന്നുറപ്പ്. .91 മീറ്റർ നീളവും 48 മീറ്റർ ഉയരവും ഉള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് കുമളിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാറയും ചുണ്ണാമ്പും ചേർന്ന സുർക്കിയാണ് പ്രധാന നിർമ്മാണ വസ്തു. 443.23 ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലമാണ് ആകെ സംഭരണശേഷി. അടി പരമാവധി ജലസംഭരണം എന്നത് 152 അടിയാക്കണം എന്നതാണ് തമിഴ്നാടിൻ്റെ ആവശ്യം. ഡാം ഉപേക്ഷിച്ച് പുതിയ ഡാം പണിയണം എന്നത് കേരളത്തിൻ്റെ അനിവാര്യമായ അവകാശവും. ഇടുക്കി, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് വൈഗയിലെ കൃഷിയേക്കാൾ പ്രധാനമെന്ന സത്യം നാം അറിയേണ്ടതുണ്ട്.